നമസ്കാരം. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ, അതായത് 1526 മുതൽ 1797 വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം ഭരിച്ചിരുന്നത് മുഗൾ രാജവംശമായിരുന്നു. 1526-ൽ ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയ സ്വാധീനമുള്ള ഭരണാധികാരികളുടെ കീഴിൽ മുഗൾ സാമ്രാജ്യം വികസിച്ചു. മൂന്നാമത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബർ സൈനികപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും സാമ്പത്തികപരമായും മുഗൾ സാമ്രാജ്യം വികസിപ്പിച്ച ഒരു രാജാവായിരുന്നു. 1542 ഒക്ടോബർ 15-ന് ഉമർകോട്ട് എന്ന സ്ഥലത്താണ് അക്ബർ ജനിച്ചത്. 1556 മുതൽ 1605 വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഭരിച്ച മഹാനായ ചക്രവർത്തിയായിരുന്നു അക്ബർ. 1556-ൽ 13-ാം വയസ്സിലാണ് പിതാവായ ഹുമയൂണിന്റെ മരണത്തെ തുടർന്ന് അക്ബർ അധികാരത്തിലെത്തിയത്. അബുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു അക്ബറിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിക്കുകയും കീഴടക്കിയ ഭരണാധികാരികളെ അനുരഞ്ജിപ്പിക്കുകയും തന്റെ മതരജപുത്ര നയങ്ങളിലൂടെ മുസ്ലിങ്ങളല്ലാത്തവരുടെ പിന്തുണ നേടുകയും ചെയ്തു. അക്ബറിന്റെ ഭരണം മുഗൾ സാമ്രാജ്യത്തെ സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിച്ചു. ചിത്രകാരന്മാരെയും മതപരമായ സഹിഷ്ണുതയെയും അക്ബർ പിന്തുണച്ചത് മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ചയെ സഹായിച്ചു. അക്ബറിന്റെ ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം കടുത്ത ഒരു മുസ്ലിം വിശ്വാസിയായിരുന്നു. ദിവസവും 5 നേരം പ്രാർത്ഥിക്കുകയും കൊട്ടാരത്തിലെ പള്ളിയുടെ തറ സ്വയം വൃത്തിയാക്കുകയും മക്കയിലേക്കുള്ള വാർഷിക തീർത്ഥാടനമായ ഹജ്ജിനായി വിവിധ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. എല്ലാ മതങ്ങളിലും സത്യം കണ്ടെത്തിയ അക്ബർ തന്റെ സാമ്രാജ്യത്തിൽ നിലനിൽക്കുന്ന എല്ലാ മതങ്ങളോടും പൂർണ്ണമായ സഹിഷ്ണുത പുലർത്തി. മതഭ്രാന്തന്മാരുടെ സങ്കുചിതത്വവും ഭിന്നതകളുടെ പ്രക്ഷുബ്ധതയും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു. സൂഫിസത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അക്ബർ. സന്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിശ്വാസമാണ് സൂഫിസം. സൂഫിസത്തിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കി 1582-ൽ ധാർമ്മികതയ്ക്കും ദയയ്ക്കും പ്രാധാന്യം നൽകി ദിൻ-ഇ-ഇലാഹി എന്നൊരു പുതിയ മതം അക്ബർ രൂപീകരിച്ചു. അദ്ദേഹം തന്റെ കൊട്ടാരത്തിലെ പ്രധാന അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി ദിൻ-ഇ-ഇലാഹി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കൊട്ടാരം എഴുത്തുകാരനും ചരിത്രകാരനുമായിരുന്ന അബുൽ ഫസൽ ആയിരുന്നു ദിൻ-ഇ-ഇലാഹിയുടെ മുഖ്യ പുരോഹിതൻ. തന്റെ പ്രജകൾ വ്യത്യസ്ത മതങ്ങളെ പിന്തുടരുന്നവരാണെന്ന് കണ്ടെത്തിയ അക്ബർ ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി. ദിൻ-ഇ-ഇലാഹി എന്നതിന്റെ സാഹിത്യപരമായ അർത്ഥം ദൈവത്തിന്റെ മതം എന്നാണ്. പ്രശസ്ത ചരിത്രകാരനായ മുബാറക് അലിയുടെ ഉപദേശപ്രകാരം അക്ബർ ആദ്യകാലത്ത് ദിൻ-ഇ-ഇലാഹി എന്ന പദം ഉപയോഗിച്ചിരുന്നില്ല. പകരം കൊട്ടാര ചരിത്രകാരനായ അബുൽ ഫാസി എഴുതിയ തൗഹീദ്-ഇ-ഇലാഹി എന്നാണ് ഉപയോഗിച്ചിരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അക്ബറിന്റെ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം വിശ്വാസങ്ങൾ വികസിപ്പിച്ചെടുത്തത്. മറ്റ് മതവിശ്വാസങ്ങളെയും അക്ബർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എല്ലാ തരത്തിലുമുള്ള ദാർശനിക വിഷയങ്ങളെയും മതപരമായ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള വിവിധ സംവാദങ്ങൾക്കും അദ്ദേഹം പ്രചോദനം നൽകി. 1575-ൽ ഫത്തേപൂർ സിക്രി എന്ന സ്ഥലത്ത് മതപരമായ ചർച്ചകൾക്കായി ഇബാദത്ത് ഖാന എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടം അദ്ദേഹം പണികഴിപ്പിച്ചു. ക്രിസ്ത്യാനികൾ, ജൈനന്മാർ തുടങ്ങിയ വിവിധ മതങ്ങളിൽ നിന്നുള്ള കവികൾ, തത്വചിന്തകർ, പണ്ഡിതന്മാർ എന്നിവരെ സംവാദങ്ങൾക്കായി അവിടേക്ക് ക്ഷണിച്ചു. വ്യത്യസ്ത മതപണ്ഡിതരുടെ നീണ്ട വാദപ്രതിവാദങ്ങൾ ആശയക്കുഴപ്പത്തിനും ചില പ്രക്ഷുബ്ധതകൾക്കും കാരണമായതിനെ തുടർന്ന് 1582-ൽ ഇബാദത്ത് ഖാന എന്നേക്കുമായി അടച്ചുപൂട്ടി. അക്ബറിന് ഡിസ്ലെക്സിയ എന്നൊരു ഗുരുതരമായ രോഗം പിടിപെട്ടിരുന്നതിനാൽ ശരിയായി എഴുതാനും വായിക്കാനും സാധിച്ചിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം ഒരു ലൈബ്രറി പണികഴിപ്പിച്ചു. ഹിന്ദി, ഗ്രീക്ക്, അറബിക് തുടങ്ങി വിവിധ ഭാഷകളിലുള്ള ഏകദേശം 24,000-ഓളം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അക്ബറിന് എല്ലാ മതങ്ങളുടെയും നിയമങ്ങളും ചട്ടങ്ങളും അറിയാമായിരുന്നുവെന്നാണ് മകൻ ജഹാംഗീറിന്റെ പ്രസ്താവന.
പുതിയ മതത്തിലെ അംഗങ്ങൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ. അംഗങ്ങൾ പരസ്പരം അല്ലാഹു അക്ബർ എന്ന് അഭിവാദ്യം ചെയ്യുക. അംഗങ്ങൾ അവരുടെ ജന്മദിനം ആഘോഷിക്കുക. മാംസം കഴിക്കുന്നത് ഒഴിവാക്കുക. കശാപ്പുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുക. അവരുപയോഗിച്ച പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വൃദ്ധ സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും വിവാഹം കഴിക്കാതിരിക്കുക. ലൗകിക മോഹങ്ങൾ ഉപേക്ഷിക്കുക എന്നിവയാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അക്ബർ മുന്നോട്ട് വച്ച വ്യത്യസ്ത മതപരമായ ആശങ്കകളെക്കുറിച്ച് ആഴത്തിലും സൂക്ഷ്മമായും പഠിച്ച ശേഷം എല്ലാ മതങ്ങളുടെയും നന്മയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദിന്നി ഇലാഹിക്ക് വേദഗ്രന്ഥങ്ങളോ ആചാരങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിന്റെ അനുയായികൾ പ്രധാനമായും അക്ബറിന്റെ അടുത്ത കൂട്ടാളികളും കൊട്ടാരവാസികളും അക്ബറിനോട് കൂറു പുലർത്തുന്നവരുമായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു നിർബന്ധബുദ്ധിയില്ലാത്ത വ്യക്തിയായിരുന്നു. ആരെയും പുതിയ മതം സ്വീകരിക്കാൻ അക്ബർ നിർബന്ധിച്ചിരുന്നില്ല. മതത്തിന്റെ പേരിൽ ആളുകൾ പിന്തുടർന്ന തെറ്റായ ആചാരങ്ങളെ അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. ഹിന്ദുക്കളുടെയും രജപുത്രരുടെയും പിന്തുണ നേടാൻ അത് അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. ഒരു ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹം മതസങ്കല്പത്തിൽ വളരെ ലിബറൽ ആയിരുന്നു. എല്ലാ മതങ്ങളുടെയും അനുയായികളെ വലിയ അളവിൽ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അക്ബറിന്റെ മതനയവും ഹിന്ദുക്കളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംഘർഷങ്ങൾ ശമിപ്പിക്കുകയും വംശീയവും മതപരവുമായ വൈരാഗ്യം നിലനിന്നിരുന്നിടത്ത് ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അക്ബറിന്റെ മരണശേഷം ദിന്നി ഇലാഹി ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തപ്പെട്ടു. അക്ബർ നിർത്തലാക്കിയ ജനഹിതമല്ലാത്ത എല്ലാ നിയമങ്ങളും ഔറംഗസേബ് പുനഃസ്ഥാപിക്കുകയും തലമുറകളോളം മതപരിഷ്കരണത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തു.